ദൈവമേ, ഇവനിത് അഭിനയിച്ച് കൊളവാക്കോ? അലൻ, നീ ഇതൊക്കെ എന്താ പറ്റിയ? ഓ, നീ ഇവിടെ ഓഫീസിലെ പൈസ നോക്കിയിരുന്നോ? ഇവിടെ നടക്കും നിനക്കറിയാവോ? എന്താ പറ്റിയ? എടാ, എന്റെ കൂടെ ജസ്റ്റ് പുറത്തു പോവാ. സോ വാട്ട്? അവരുടെ ഒരു ബ്രദർ സിസ്റ്റർ അല്ലേ? സോ അത് പോയിട്ടിരുന്ന എന്താ കുഴപ്പം? അത് കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ നീ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ നിനക്ക് അവളോട് പോക്കൂടെ? അത് പിന്നെ ദിയ, എനിക്ക് കുറെ ഫയൽസ് നോക്കാനുണ്ട്. ഇതെല്ലാം നോക്കി വേണം ഓഫീസിൽ പോവാൻ. അതുകൊണ്ടാ അവൻ പൊക്കോട്ടെ, കുഴപ്പമില്ല. ഓ ജെ, നീ മുത്താടാ. എന്തായാലും ഏക്കേണ്ട പോലെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റിൻ, കുറച്ച് ദിവസം ഇവിടെ എന്ന് നടക്കണേ. ഇതെല്ലാം നീ എന്നെ കാണിക്കാൻ ചെയ്യുന്നല്ലേ? ആയുഷോ, ഇതെല്ലാം ഞാൻ നിന്നെ കാണിക്കാനോ ചെയ്യുന്നേ? അതെ, എന്നെ കാണിക്കാണ് ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്നാ കേട്ടോ, അത് നിന്റെ വെറും തെറ്റിദ്ധാരണയാ. അല്ല, ഞാനെന്തിനാ നിന്നെ തിരിച്ചെടുപ്പിക്കുന്നേ? നീ എന്റെ ആരാ? എന്താ ഈ സൈലൻസിനെ ഞാൻ എന്താ വായിച്ചെടുക്കണ്ടേ? അതേന്നാണോ അതോ അല്ലെന്നാണോ? ജസ്റ്റിൻ, മതി, നിർത്തിക്കോ. നിന്റെ ഈ സംസാരം നിർത്തിക്കോ. അത് പറയാൻ നീ ആരാ? പിന്നെ ഞാൻ എടുത്ത് ഫ്ലോട്ട് ചെയ്യാനും പറ്റത്തില്ല. കൈ താലി കിട്ടുന്ന അർത്ഥത്തില് ഒരു ഹസ്ബൻഡ് നിലയിൽ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്റെ കാര്യം നോക്കുന്നു, നീ നിന്റെ കാര്യം നോക്കുന്നു. അതിന്റെ ഇടയ്ക്ക് എന്നെ വെറുതെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നീ ആയിട്ടില്ല, കേട്ടല്ലോ? ജസ്വിൻ, നിനക്കൊരു വിചാരമുണ്ട്, നീ ഇങ്ങനെയൊക്കെ ചെയ്താ അതെനിക്ക് എഫക്റ്റ് ആവുന്നു. പക്ഷെ അങ്ങനൊന്നുമില്ല. പിന്നെ ആദ്യം മുതലേ നിന്നെ ഞാൻ വെറുക്കാൻ കാരണം നീ എന്റെ ചേച്ചിയോട് മിസ്ബിഹേവ് ചെയ്തോണ്ട. ഇപ്പോഴും നീ അത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. അതെനിക്കറിയാം. ഞാൻ അവളോട് ഫ്ലോട്ട് ചെയ്യുന്ന പേരില നീ ഇപ്പോഴും ദേഷ്യപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ എന്താ ചെയ്തേ? എന്റെ ചേച്ചിയുടെ അടുത്ത് നീ ക്ലോസ് ആവുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് കൊള്ളാലോ. അത് പറയേണ്ടത് നീയല്ല, ആൻ അലനോ. അവരൊന്ന് പറയട്ടെ, അപ്പൊ ഞാൻ കേൾക്കാം. ഓക്കെ? ജെക്കെ, ദീപോക്കെയാണോ? എവിടുന്നു? അവക്ക് എന്നോട് മുടിഞ്ഞ ദേഷ്യം. അതെന്ന് തീർന്നു, അന്ന് ഓക്കെയാവും. എടാ, ഇതൊരു അഡ്വൈസ് ആയിട്ട് നീ കരുതരുത്. നീ എപ്പോഴും അവളെ കാണുമ്പോ ദേഷ്യപ്പെടുന്നോണ്ട നിങ്ങളുടെ ഇടയിൽ പ്രശ്നം. ആ ദേഷ്യം വിട്ടു കൊടുത്തു നോക്ക്, അപ്പൊ ശരിയാവും. ഏയ്, അതൊന്നും ശരിയാവില്ലടാ. ഇനി ഞാൻ വിട്ടുകൊടുന്നു പറഞ്ഞാലും ചിലപ്പോ അവൾക്ക് എന്നോട് ദേഷ്യം മാറുമായിരിക്കും. പക്ഷെ അവളുടെ ഉള്ളിൽ എന്നോടൊരു സ്നേഹം വരില്ല. ജസ്മിൻ, ഡു യു ലവ് ഹർ? എന്റെ മോനെ, നിന്റെ സ്മൈൽ തന്നെ കാണുന്നുണ്ട് നിനക്ക് അവളോടുള്ള ഫീലിങ്സ്. എന്തായാലും നിങ്ങൾ നല്ല മാച്ചാം. പക്ഷെ എനിക്ക് തോന്നില്ല ജന്മത്തളഞ്ഞ് സ്നേഹിക്കുന്നു. എടാ, ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞാലേ നമുക്ക് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടതാ. നീ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നെങ്കിൽ അറ്റ് ദി എൻഡ് അവക്ക് നിന്റെ വാല്യൂ ഉറപ്പായിട്ട് മനസ്സിലാവും. ചിലപ്പോ ശരിയായിരിക്കാം, പക്ഷെ ദിയയുടെ കാര്യത്തിൽ എനിക്ക് അതിലൊട്ടും വിശ്വാസമില്ല. എടാ, സ്റ്റാർട്ടിങ് അല്ല ഇങ്ങനെ തന്നെയാ. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോഴല്ലോ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് തോന്നും ഇപ്പൊ ഇവര് നമ്മളെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്തിൽ മറ്റാർക്കും നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന്. ഇവളിപ്പുണ്ടായിരുന്നു, എങ്ങനെ വിളിച്ചേ? ദിയ വരെ നിന്നോട് ചോദിച്ചായിരുന്നു? ഇല്ല, ഒന്നും
ചോദിച്ചില്ല. എടാ ജസ്വിൻ, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഉറപ്പായിട്ട് നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയി എന്ന് പറഞ്ഞാൽ വർക്കൗട്ടായി. എടാ, അവള് ദേഷ്യപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ അതൊന്നും എന്നോടുള്ള ഫീലിങ്സിന് പുറത്താ തോന്നില്ല. ആനുള്ള ഫീലിങ്സ് ആണെന്ന് തോന്നേ. എന്നുവെച്ചാ എന്താ പറഞ്ഞു വരുന്നേ? എന്നുവെച്ചാ ഇപ്പോ ദിയ ദേഷ്യപ്പെട്ടത് ജസ്വിനോടുള്ള ലവിന്റെ പുറത്തൊന്നുമല്ല, നിന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ്. ഓ അങ്ങനെ. അപ്പൊ നമ്മളിനി എന്താ ചെയ്യാ? എനിക്ക് തോന്നുന്നില്ല അത് ശരിയാവുന്ന. അവക്ക് എന്നോട് ദേഷ്യമല്ല, വെറുപ്പാവുള്ളത്. അതെങ്ങനെയാ റോബോട്ടെ? നിന്റെ കയ്യിൽ അങ്ങനെതല്ലേ? നിന്നോടതാ പറഞ്ഞേ അവളുടെ മുമ്പ് വെച്ച് ഇവിടെ ഫ്ലഡ് ചെയ്യാൻ. അലൻ, ഇനി പഴയ കാര്യം പറഞ്ഞ ഒരു കാര്യമില്ല. ഇപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും അത് ആലോചിക്കേ. മമ്മി, ദിയ വന്നില്ലേ? അവള് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. അത് ശരിയാ, സമയം കഴിഞ്ഞു. പക്ഷെ എന്നെ ഇതുവരെ വിളിച്ചൊന്നുമില്ല. നീ വിളിച്ചു നോക്കിയോ? ആ ബെസ്റ്റ്. നല്ല ആളാണ് മമ്മി ചോദിക്കുന്നത്. ഇവര് തമ്മിൽ നല്ല ടെൻസിലുള്ള മമ്മിക്കറിയില്ലേ? അലൻ, ജസ്റ്റിൻ ദിയനെ കാണുന്ന ടെൻഷൻ പുറത്ത് ചോദിക്കുന്ന നീ എന്താ കാണിക്കുന്നേ? ജസ്റ്റിൻ, താനിങ്ങനെ ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല. അവള് വന്നോളൂ. ദിയ, ഇവളവിടെ ഇപ്പൊ കിടക്ക വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ പോലും എടുക്കുന്നില്ലല്ലോ. ദിയ, ഇവളെന്താ ഇവിടെ? ദിയ, നീ ഇവിടെ എന്താ ചെയ്യണേ? എത്ര തവണ വിളിച്ചെന്നറിയാവോ? ഓ, അല്ലെങ്കിലും സ്വന്തം കാര്യല്ലേ, മറ്റുള്ളവരുടെ ഫീൽസിൽ ഒരു വാല്യൂ കൊടുക്കുന്നില്ലല്ലോ. ശരി, ലേറ്റ് ആവുമെങ്കിൽ ഒന്ന് കോൾ ചെയ്ത് പറഞ്ഞൂടെ? ശരി, എന്നെ പറയണ്ട, മമ്മീനെ പപ്പേനോ അല്ലെങ്കിൽ ആനോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞൂടെ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ എനിക്കാരോ ഉള്ളത്? ദിയ, നിന്റെ ഭാഗത്ത് മാത്രം ചിന്തിക്കാതെ നീ മറ്റുള്ളവരുടെ ഭാഗത്തോട് ചിന്തിച്ചു നോക്ക്. അപ്പൊ മനസ്സിലാവും. Dia, are you okay? Dia, I'm sorry. എന്തിനാ? അല്ല, ഞാൻ അവിടെ വെച്ച് തന്നോട് ഒരുപാട് ദേഷ്യം സംസാരിച്ചു. ഐ എം റിയലി സോറി. ഞാനത് തന്നെ വേദനിപ്പിക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞല്ല. അപ്പോഴത്തെ ടെൻഷന്റെ പുറത്ത് പറഞ്ഞതാ. കുറച്ചു മുമ്പ് പറഞ്ഞ വാക്കുകളും അല്ലാണ്ട് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്താ മനസ്സിലാക്കട്ടെ? Because I love you.
മറ്റെന്തർത്ഥത്തിന്റെ പേരിലും നിന്നെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജസ്ലിൻ, തനിക്ക് എന്നോടുള്ള സ്നേഹമൊന്നും അതൊരിക്കലും ആത്മാർത്ഥതയുടെ പ്രണയമൊന്നുമല്ല. ദിയ, പാസ്റ്റിൽ വന്ന കാര്യങ്ങളൊക്കെ നിനക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ നിന്നോട് ഒരുപാട് തവണ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എല്ലാം ശരിയാ. അന്ന് എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് വെറുപ്പും ദേഷ്യം മാത്രമായിരുന്നു. പക്ഷെ നീ തന്നെയാ ഓരോ തവണ നോട്ടം കൊണ്ടും സംസാരം കൊണ്ടും നിന്റെ പെരുമാറ്റം കൊണ്ടല്ല എന്നെ മാറ്റിയെടുത്തത്. ജസ്ലിൻ, താനെന്താ പറഞ്ഞിരുന്നേ? നീ എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ വേണം. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. I want to share with my life with you. ജസ്ലിൻ, എനിക്കറിയില്ല നീ എന്നിൽ എന്ത് മാറ്റം കൊണ്ടുവന്നേ. പക്ഷെ എനിക്കിപ്പൊ തോന്നുന്നു എന്റെ ഹൃദയം ഇടിക്കുന്ന പോലെ നിനക്ക് വേണ്ടിയാണ്. നീ ഇപ്പൊ പറഞ്ഞതുപോലെ ഇന്നു മുതൽ എനിക്ക് നിന്നോട് ഫീലിങ്സ് ഉണ്ടെന്ന് അറിയില്ല. നീ മറ്റുള്ളവരുടെ ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോ എനിക്കൊണ്ട് പറ്റുന്നില്ല. ശരി, നമുക്ക് വീട്ടിലേക്ക് പോകാലോ. ശരി, താങ്കൾ കിടന്നു. ഞാൻ പോവാം. അല്ല, എവിടെയാ പോകുന്നത്? നോർമലി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഭർത്താക്കന്മാരുടെ കൂടെയാ ഭാര്യമാരെടുക്കുന്നത്. നീ എവിടെ പോവാ? അത് പിന്നെ ഇന്നലെ വരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടില്ല കിടന്നേ. സോ ആ, അത് ഇന്നലെ വരെ. ബട്ട് ഇനി മുതൽ അങ്ങനെയല്ലല്ലോ. ജസ്ലിൻ, എന്റെ പൊന്നു മോളെ അങ്ങനെ വിളിക്കാതെ. ഓരോ ജസ്റ്റിനല്ല, മര്യാദ വന്നോ, അല്ലെങ്കിൽ ഞാൻ തൂക്കി എടുത്തോണ്ട് പോകും. വേണ്ട, ഞാൻ തന്നെ വന്നോളാം. ശരി, ഒരു കിസ് തന്നെ. എന്താ ഒന്നും അറിയാത്ത പോലെ? ഇത്രയും കാലം ഞാൻ ഫോഴ്സ് താമസിച്ചോണ്ടിരുന്നെ. ഇനി നീയായിട്ട് തരുമ്പോ അത് കുറച്ചുകൂടി സ്പെഷ്യൽ അല്ലേ? അതിനെ കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. താഴെ പോയി കിടക്കാം നമുക്ക്. ഓക്കെ? ദിയ, നീ ഒരു കാര്യം മറന്നു പോന്നു. ഇന്ന് നീ എന്റെ കൂടെ കിടക്കാൻ പോന്നെ. സോ അത് നീയായിട്ട് തരികയാണെങ്കിൽ ഓക്കെ. ഇനി ഞാനായിട്ട് എടുക്കുകയാണെങ്കിലും അതിനൊക്കെ തന്നെ പ്രശ്നം. ഓക്കെ? അപ്പൊ പിന്നെ എങ്ങനെയാ തുടങ്ങാല്ലേ? ജസ്ലിൻ, എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, ഞാൻ എന്റെ ഭാര്യനെ ഒന്ന് കൺകുളിർക്കി കാണട്ടെ. അതെന്താ, ഇതിനു മുന്നേ കണ്ടിട്ടില്ലേ? അത് ശരിയാ, പക്ഷെ ഞാൻ എന്റെ ഭാര്യനെ ഇതുപോലെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ കൺകുളിർക്കൊന്ന് കാണട്ടെ. ജസ്ലിൻ, ഒച്ച വെക്കാതെ പെണ്ണെ. ഉദ്ദേശത്തല്ല, നമ്മൾ തമ്മിൽ ഇത്ര ഇമോഷണലായിട്ട് സംസാരിക്കുന്നതും
സ്നേഹത്തോടെ സംസാരിക്കുന്ന ആദ്യമായിട്ടില്ലേ, അതാ ഉദ്ദേശിച്ചത്. ദിയ, ആർ യു ഓക്കെ? ഓ, എല്ലാം ഒപ്പിച്ചിട്ട് ക്ലാസ് ഓക്കെ ആണോ? ഐ എം സോറി ദിയ, അതറിയാണ്ട് കൺട്രോൾ വിട്ട് പോയിട്ടാ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നിർത്തിയതല്ലേ, നീ അല്ലേ വീണ്ടും എന്നെ സെഡ്യൂസ് ചെയ്തത്. ഓ, ഇപ്പൊ അതാണല്ലോ ഇവിടുത്തെ വിഷയം. ശരി ശരി. പിന്നെ നിനക്ക് പെയിൻ ഉണ്ടോ? ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? ഏയ്, ഹോസ്പിറ്റലൊന്നും പോണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ. ശരി, എങ്കിൽ പിന്നെ താൻ റെസ്റ്റ് എടുക്കുക. അത് തീയല്ലേ? അപ്പൊ അവള് വന്നായിരുന്നു. പാവം ജസ്വിൻ വെറുതെ ടെൻഷൻ അടിച്ചു. അല്ല, ഇവളത്തെ ജസ്സിന്റെ റൂമിൽ അറിയായിരുന്നേ. ഇനി രാവിലെ തന്നെ രണ്ടും കൂടെ അടിയായോ? എടാ ജസ്വിൻ, എഴുന്നേക്ക്. എടാ, ഞാനിവിടെ വരുമ്പോ നീ നിന്റെ റൂമിൽ നിന്ന് അറിയുമ്പോന്നുണ്ടല്ലോ, രാവിലെ തന്നെ എന്തുവായിരുന്നു? അവൾ എന്തിനാ രാവിലെ എന്റെ റൂമിലൂടെ വന്നേ? ഇന്ന് രാവിലെ ഒന്നൊന്നുമല്ല, ഇന്നലെ നൈറ്റ് എന്റെ റൂമിൽ കിടന്നു. എന്തോന്ന്? അതിന് ദിയ മമ്മിയുടെ കൂടെ കിടക്കുന്നേ? പിന്നെ തന്നെ അവൾ ഈ റൂമിൽ വരുന്നേ? അല്ല, ചോദിക്കുന്നൊന്നും തോന്നരുത്, നിങ്ങൾ തമ്മിലൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അതൊക്കെ എപ്പോഴും നടന്നു. നീ ഒന്ന് പോയാടുന്നു.